ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് ഉണ്ടല്ലോ, ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക്. എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട്, അത് മാറ്റണം. ബ്രേക്ക് ചെക്കപ്പ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ മാറ്റാൻ വേണ്ടി വണ്ടി കയറ്റി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ചെക്കപ്പിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് അഡ്ജസ്റ്റിങ്ങും മാക്സിമത്തിലാണ്, അത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് അയച്ചിട്ട് ലൈനർ മാറ്റി പുതിയ ലൈനർ ഇടണം. ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്താൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിനകത്ത് ഓയിൽ നോക്കുന്ന സമയത്ത് ഓയിൽ ലെവൽ വളരെ കുറവാണ്. അപ്പോൾ ഗിയർ ഓയിലും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടണം കേട്ടോ. പിന്നെ ആക്സിലേറ്റർ കേബിൾ മാറ്റാനുണ്ട്. ആക്സിലേറ്റർ കേബിൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബോഡി ഫുള്ളായിട്ട് അഴിക്കണം. ഫുള്ളായിട്ട് അഴിച്ചിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കറക്റ്റ് ആ റൂട്ട്, അത് കേബിൾ പോകണം അതാത് റൂട്ടിൽ കൂടെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ കേബിൾ ടൈറ്റ് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കവറിങ് ഇപ്പോൾ അഴിക്കുമ്പോൾ ഒരല്പം താമസം വന്നാൽ പോലും ആ കവറിങ് അഴിച്ചിട്ട് കറക്റ്റ് റൂട്ടിൽ കൂടെ കേബിൾ വിടണമെന്ന് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചേക്കണതാണ്. അപ്പോൾ അത് നമ്മൾ അഴിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബ്രേക്കിൻ്റെ സ്വിച്ച് റൈറ്റ് സൈഡ് നമുക്ക് ഹാൻഡിൽ സൈഡ് അഴിക്കണം. അപ്പോൾ അതിൻ്റെ ബ്രേക്കിൻ്റെ ഒരു സ്വിച്ചും കൂടിയും കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം വർക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. ബ്രേക്കിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, ആക്സിലേറ്ററിൻ്റെ കേബിൾ വരുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും കൂട്ടത്തിൽ മാറ്റി വിടും. അതേപോലെ ഗിയർ ഓയിലും മാറണം, അതിൻ്റെ ബോൾട്ടിൻ്റെ വാഷും മാറണം കേട്ടോ. ഇത്രയായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കൃത്യമായിട്ട് കാണുക, കണ്ട് മനസ്സിലാക്കുക. അതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യുക, അവിടേക്ക് വിളിച്ച് ചോദിക്കുക എന്താ സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും വർക്ക് നമുക്ക് അഡീഷണലായിട്ട് ചെയ്യേണ്ടതായിട്ട് ചെറിയ എന്തെങ്കിലും കേസുകളാണെന്നുണ്ടെങ്കിൽ കൈയോടെ തന്നെ പറഞ്ഞ് ചെയ്യിക്കുക. പിന്നെ ജനറലായിട്ട് സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ചുരുങ്ങിയത് 2 മണിക്കൂർ വണ്ടിക്ക് വരും. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴേലും കയറ്റിയിട്ട് ജനറൽ സർവീസായിട്ട് ചെയ്തു പോവാം. ഇപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് ചെയ്യണേ. അതിൻ്റെ വർക്കിൻ്റെ എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടണേ. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. അതിന് ശേഷം ഒന്ന് റിപ്ലൈ ചെയ്യണേ.